ഹലോ, ഞങ്ങൾ പുറത്തേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യം റെഡിയായി നിൽക്കുന്നുണ്ട്. ഏട്ടൻ്റെയും ഇച്ചക്കുട്ടൻ്റെയും പ്രകടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം അവർക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ കടന്ന് തിരക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. ഇറങ്ങാൻ നേരത്താണ് അവരുടെ കെട്ടിപ്പിടുത്തവും ഉമ്മ വയ്ക്കലൊക്കെ. അങ്ങനെ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി. ഏട്ടൻ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. വീട്ടിലാണെങ്കിൽ പച്ചക്കറിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഇന്ന് കുറച്ച് ലോങ്ങാണ്, വടക്കാഞ്ചേരിക്കാണ് കേട്ടോ പോകുന്നത്. ഏട്ടനെ അവിടെ നിന്ന് കളക്ഷൻ പൈസയൊക്കെ ഒന്ന് മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങളിന്ന് കുറച്ച് ദൂരത്തോട്ടാണ് പോകുന്നത്. ഞങ്ങളുടെ രണ്ടുപേരെ നടുവിൽ ഇറുകി പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഇച്ചുക്കുട്ടൻ. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ഇച്ചുക്കുട്ടനേക്കാൾ കൂടുതൽ എനിക്കാണ് കൂടുതൽ തണുപ്പ് ഫീൽ ചെയ്തത്. കാരണം നല്ല തണുത്ത കാറ്റായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി നല്ല തണുപ്പായിരുന്നു. ഇച്ചുക്കുട്ടന് ഞങ്ങളുടെ രണ്ടുപേരുടെയും നടുവിലിരിക്കുന്നതുകൊണ്ട് അത്ര തണുപ്പ് അറിയില്ല. അങ്ങനെ ഇത് അമ്പിളിമാമനെയും നോക്കിയിട്ട് ഇതാ ഇച്ചുക്കുട്ടൻ എണ്ണ എടുത്തിട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ പൈസ മേടിക്കാൻ പോയ ടൈമിൽ ഞങ്ങൾക്ക് മെഡിക്കൽ സ്റ്റോറിൽ പോകണ്ടായിരുന്നു. ഇച്ചുക്കുട്ടന് ഒരു മരുന്ന് വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ മരുന്ന് വാങ്ങാൻ പോയപ്പോൾ മരുന്ന് ഉണ്ടായിരുന്നില്ല. ഇച്ചുക്കുട്ടൻ്റെ കയ്യിലുള്ള ബോൾ ഞങ്ങൾ പ്ലേറ്റും കപ്പൊക്കെ വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ മേടിച്ചതാണ് കേട്ടോ ബോൾ. അങ്ങനെ അതൊക്കെ വാങ്ങി ഏട്ടൻ വന്നിട്ട് ഇതാ ഞങ്ങൾ നേരെ ഫുഡ് മേടിക്കാൻ വേണ്ടി പോയി കേട്ടോ. അൽഫാമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും ഫുഡ് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഓരോ ഷവർമ്മ ഓർഡർ ചെയ്തു. അങ്ങനെ ഇതാ ഷവർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഷവർമ്മ വന്നു. പിന്നെ ഇച്ചുക്കുട്ടിന് കഴിക്കാൻ വേണ്ടിയിട്ട് പൊക്കവടയും കായബജ്ജിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചമ്മന്തി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ രണ്ടാമതും പോയി കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ മുട്ടയുടെ ഉള്ളിലത്തെ മഞ്ഞ വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് ഏട്ടന് കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോണ വഴിക്ക് പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. ഞങ്ങളിപ്പോൾ സ്ഥിരമായിട്ട് പോകുന്ന കട ഇതാണ് കേട്ടോ. അപ്പോൾ ഇച്ചുക്കുട്ടന് മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ കൂട്ടി ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഞാൻ പൊറോട്ടയും ഡ്രാഗൺ അൽഫാമാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏട്ടന് ഒരു സാധാ അൽഫാമും പിന്നെ ബിരിയാണി റൈസാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇച്ചുക്കുട്ടന് റൈസ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞു. പിന്നെ ചില്ലി ചിക്കനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇച്ചുക്കുട്ടന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇച്ചുക്കുട്ടനും ഇടയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ കഴിഞ്ഞ് കടക്കാൻ നേരത്തെ അച്ഛൻ്റെയും മകൻ്റെയും ഗംഭീര പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മന്ത്രകോടിയിൽ ഞാൻ മൂടി നിൽക്കവേ